ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയണൈസിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് 2 മുട്ടയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ വേണ്ടത്, മധുരക്കിഴങ്ങ്. അപ്പോൾ ഇത് രണ്ടുമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. നല്ല ഹെൽത്തി ആൻഡ് സിമ്പിളായിട്ടുള്ള മയണൈസാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കിവിടെ ആദ്യം വേണ്ടത് ഒരു ചെറിയ പീസ് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. അപ്പോൾ ഞാനത് പുഴുങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ശേഷം നമ്മളിവിടെ 2 മുട്ടയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2 മുട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ശേഷം നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക്, നമുക്കിവിടെ മക്കളൊക്കെ ഉള്ള കാരണം അവർക്ക് എരിവ് അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാര, ശേഷം കുറച്ച് കുരുമുളക് പൊടി, ശേഷം നമ്മൾ 1 സ്പൂണ് വിനാഗിരി ഉണ്ടല്ലോ, നമ്മുടെ സുർക്ക, അത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ 2 സ്പൂൺ ഓയിൽ മാത്രമേ കേട്ടോ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് ഓയിൽ നമുക്കിവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഹെൽത്തിയാണ്. പിന്നെ നമ്മളിവിടെ പുഴുങ്ങിയ മുട്ടയാണല്ലോ എടുക്കുന്നത്, അപ്പോൾ വളരെ ഹെൽത്തിയാണെന്ന് പറയാനുള്ള കാരണം അതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിർത്തി അരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് ഇതാ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്